നാട്ടുകാർക്കൊക്കെ അണ്ണനോടൊരു കുശും കൊണ്ട് കേട്ടോ. എന്തിന്? അല്ല ഇത്രയൊക്കെ കംപ്ലൈന്റ് ഉണ്ടായിട്ട് അല്ലല്ല ഇത്രയൊക്കെ ആളുകൾ ചേട്ടനെ കാണാൻ വന്നിട്ടും കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയത് ടാറ്റ നെക്സോൺ അല്ലയോ? ആ അതെ. എടാ മോനെ, പൊതുവെ നമ്മളെ ഒരു പുച്ഛമുണ്ട്. എന്തുകൊണ്ടാ? എന്തിന് കട്ടി? ബിൽഡ് ക്വാളിറ്റി ഉരുക്കാടാ ഉരുക്ക്. അണ്ണാ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തിവിടെ? ആരെങ്കിലും വഴി വല്ലതും കിടക്കുന്നുണ്ടോ? അതെപ്പോഴും ഉള്ളത്. അണ്ണാ, അണ്ണനെ ഒരുത്തൻ വെല്ലുവിളിക്കുന്നു. ഇടിക്കാൻ. ആ മഹേന്ദ്ര ആയിരിക്കും. അവൻ അല്ലെങ്കിൽ ഇച്ചിരി ചൊറിച്ചിലുള്ള. അവനോട് പറയാം എനിക്ക് സമയമൊന്നും ഇല്ലെന്ന്. എനിക്ക് പുതിയ മോഡൽ ഇറക്കാനുണ്ട്. വേറെ ഒരു കാര്യമില്ല. അണ്ണാ, അവരാരും അല്ല, വേറെ ആക്രി കിടക്കാരും അല്ലോ വന്നു. ആണോ? ഇവരെ ഞാൻ പണ്ട് കൊടുത്തതല്ലയോ? ഇവരത് പിന്നെ മേടിക്കാനായിട്ട് വന്നേക്കുവോ? പയ്യത്തോടണ്ണ വലിയ കട്ടിയില്ലെണ്ണ. അയ്യോ ഡിക്കി പോയി. ഇനി കളിക്കാൻ വരുമോ? കളിക്കാൻ വരുവോടാ? അങ്ങനെ പിടിക്കല്ലേണ്ണ, അത് ഊരിപ്പോരും. ഊരിപ്പോരും അത്. ഇല്ല കണ്ടം വഴി വിടുവോ? കണ്ണും വഴി പൊക്കോളാം. അയ്യോ എന്റെ ലൈറ്റ് പോണ ഇത് ചളിക്കല്ല. എന്റെ കർവ് മോഡലിന്റെ പണി പാളിയതുകൊണ്ടേ അത് ആരെടുത്ത് ആ ദേഷ്യം തീർക്കണോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. എന്തായാലും നീ വന്നല്ലോ, നീ വാ തരാം. അതെന്താടാ നിനക്ക് ഇങ്ങോട്ട് വന്നാ പറ്റത്തില്ല? ഇങ്ങോട്ട് വാടാ. എടാ, ഇവനിച്ചിരി ബഹുമാനക്കുറവുണ്ടല്ലോടാ. പറഞ്ഞ തരിപ്പില്ലയോ? പോയി തീർത്തു. എന്താടാ ഇവൻ പുതിയ മോഡൽ വല്ലോ വന്നോ? കൊടുത്തേക്കാം. എന്താ കൈ പോയോ? ബോണറ്റ് പൊട്ടിയാൻ നോക്കാം. ബോണറ്റ് വേദനിച്ചാ? വെറുതെ ബോണറ്റ് തല്ലി പഴിപ്പിക്കണോ? അയ്യോ, അണ്ണനപ്പോ ഒന്നും അറിഞ്ഞില്ലയോ? ഇത് നമ്മുടെ പുതിയ പയ്യനാ, വിക്ടോറിയസ് വിത്ത് ലെവൽ 2 അടാ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അറിയില്ലായിരുന്നു. നമ്മുടെ ഒരാളെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഡിസയർ 5 സ്റ്റാർ കിട്ടിയ ഒരുത്തനാ. ഇത് കഴിഞ്ഞ് വന്നവനാ ഞാൻ. അത് ഭാരതങ്ങാപ്പില് ഏത് പൊട്ടനും 5 സ്റ്റാറൊക്കെ കിട്ടിയെന്നിരിക്കും. ഭാരതല്ല, മൊത്തത്തിലാ. ചേട്ടാ, ഒരു വണ്ടി കൊടുക്കാനുണ്ടായിരുന്നു. ഏത് വണ്ടിയായിരുന്നു? റെനോൾട്ടിന്റെ. റെനോൾട്ടോ. എത്ര കിലോമീറ്റർ ഓടി? ഒരു 1.5 ലക്ഷം കിലോമീറ്റർ ഓടി. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിയില്ലേ? എന്നാ നമുക്ക് വേണ്ട കേട്ടോ. അല്ല, എത്ര രൂപ കിട്ടും? എന്നാലും നമുക്ക് വേണ്ട. റെനോൾട്ട് 1.5 ലക്ഷം ഓടിയ വണ്ടി നമുക്ക് വേണ്ട. എന്നാലും എത്ര കിട്ടും? എന്നാലും ഒരു 5-10 വരാം. വേണമെങ്കിൽ അവിടെ ഇട്ടിട്ട് പോക്കോ. നമുക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ബ്രോ, ഒരു കാറ് വിൽക്കാനുണ്ടായിരുന്നു. സാർ, ഏത് വണ്ടിയായിരുന്നു? ടൊയോട്ടയുടെ ഇന്നോവ. ടൊയോട്ടയുടെ വണ്ടിയോ? എത്ര കിലോമീറ്റർ ഓടിയായിരുന്നു? അത് 1 ലക്ഷം. 1 ലക്ഷം? അപ്പൊ ഓടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ വണ്ടി കണ്ടീഷൻ. സാർ, എത്ര രൂപയാണ് വേണ്ടത് സാർ? ഞാൻ മേടിച്ചപ്പോ അത് 25 ലക്ഷം രൂപയായിരുന്നു. 25 ലക്ഷം? അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, 30 ലക്ഷം. ഓക്കെ അല്ലേ സാർ? ഓക്കെ അല്ലേ? ഓക്കെ. ഡീല് സാർ. ഓക്കെ. എനിക്ക് നിന്റെ അടുത്ത് മഹേന്ദ്ര അടുത്ത് മാത്രമേ ഉള്ളൂ ഭയങ്കരമായിട്ട് അസൂയ. അതെന്താ, ഞാൻ അത്രക്ക് ഫേമസ് ആയോണ്ടാന്നോ? അതുകൊണ്ടല്ല, പിന്നെ ഞാൻ ഇലക്ട്രിക് വണ്ടി ഇറക്കിയപ്പോഴേ കംപ്ലൈന്റ് എന്ന് പറഞ്ഞ എല്ലാവരും എന്റെ തന്തയ്ക്ക് വിളിക്കുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇറക്കി തുടങ്ങിയപ്പോഴേ തന്തയ്ക്ക് വിളി നിങ്ങൾക്ക് കേൾക്കുന്നില്ലയോ? അപ്പൊ തന്തയ്ക്ക് വിളി ഷെയർ ചെയ്യാൻ ഒരാളായില്ലയോ? എനിക്ക് അതുകൊണ്ട് നിന്നോട് ഭയങ്കര അസൂയ. എന്നാലും നിങ്ങളുടെ അത്ര ഒരു വിളി ഞങ്ങൾക്കില്ല കേട്ടോ. എന്നാലും തന്തയ്ക്ക് വിളിയുണ്ട്. അല്ലടാ, അതുകൊണ്ട് ഒരു പുതിയൊരുത്തൻ നമ്മുടെ കഞ്ഞി പാറ്റയിടാൻ വന്നതാണോ? അതോ? അത് വിൻഫാസ്റ്റ് എന്റെ സെയിം സെഗ്മെന്റിലാണ് അവന്മാര് വണ്ടി ഇറക്കുന്നത്. എന്റെ കഞ്ഞൂടി പൊട്ടിക്കാൻ വേണ്ടി ഈ സെഗ്മെന്റിൽ തന്നെ എല്ലാ തെണ്ടികളും എന്തിനാ ഈ ഇറക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത. എടാ, 3 വർഷത്തെ കോമര്, ചാർജിങ് ഫ്രീ, സർവീസ് ഫ്രീ, രണ്ടും കൽപ്പിച്ച അവന്മാര് കേട്ടോ. ഇനി എത്ര നാള് ബാസിന്റെ കാര്യം പറഞ്ഞ ആൾക്കാരെ പറ്റിച്ചോണ്ട് നടക്കാൻ പറ്റിയ
എടാ ഇവൻ എന്താണ് വട്ടാണോ? ഒരു വട്ടാണെന്ന്. ആണോ? ആ, വർഷത്തിൽ ഒരു വണ്ടി വിറ്റ. പക്ഷെ എല്ലാ വർഷം വണ്ടി ഇറക്കാറുണ്ട് ഇഷ്ടം പോലെ. അത് ശരി. ആ. അത് പിന്നെ അവന്മാര് കുറെ എഞ്ചിൻ വിറ്റ് ജീവിക്കുന്നുണ്ടല്ലോ, അതിന്റെ ധാർഷ്ട്യമാ. അങ്ങനെ ആയാലും ജീവിക്കാൻ. ചുമ്മാ നാണോ മാനോ ഇല്ലാതെ ഇന്ത്യ കയറി അട്ടിപ്പടഞ്ഞു കിടക്കുക. ഈ പറയുന്ന ആളാരാ? നിസാൻ മാഗ്നറ്റ്. ഇന്ത്യയിൽ ഈ കമ്പനിക്ക് ആകെ ഒരു മോഡല് മാത്രമേ ഉള്ളൂ, എന്നിട്ടാ ഈ പറയുന്ന കൊണ. ഇതുകൊണ്ടാണ് തന്നെ പിന്നെ നടക്കുന്നത്. ഉളുപ്പില്ല ഇതിനൊന്നും. ഞാൻ എൻ്റെ എല്ലാ കാറുകൾക്കും നല്ല വില കുറച്ച് നല്ല കംഫർട്ട് കൊടുത്തു, പിന്നെ ബേസ് മോഡലിൽ തന്നെ നല്ല ഫെസിലിറ്റീസും കൊടുത്തു. എന്നിട്ട് എന്താ എന്നെ ആർക്കും വേണ്ടാത്തേ? എന്തൊരു കഷ്ടമായി. എടാ പോത്ത, നിന്റെ ലോകം ആദ്യം മാറ്റ്. അതായിരുന്നു പ്രശ്നം. ഇപ്പൊ എങ്ങനുണ്ട്? കൊള്ളാം.